ഇപ്പോൾ മന്ത്രി ഇ.പി. ജയരാജൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക് പോകാം. അന്ന് പിന്നെ അവളെ കാണാൻ ശ്രീ ഇ.പി. ജയരാജന് വ്യവസായ മന്ത്രിപദം ഒരു പുതുമയുള്ളതാണെങ്കിലും രാഷ്ട്രീയ രംഗവും മാധ്യമങ്ങളും ഒട്ടും ആയിരിക്കില്ല. കാരണം നമ്മൾ അദ്ദേഹത്തെ വളരെയേറെ സ്നേഹിച്ചിട്ടുമുണ്ട്, അതിലധികം ഉപദ്രവിച്ചു കാണും. അതുകൊണ്ട് എന്നും മാധ്യമങ്ങളുടെ ഒരു പ്രിയപ്പെട്ട നേതാവായിരുന്നു ഇ.പി. ജയരാജൻ എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ എത്രയൊക്കെ വിവാദങ്ങളുണ്ടായിട്ടും മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും വളരെ വ്യക്തിപരമായ സ്നേഹം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന് ഈ മീറ്റ് ദ പ്രസിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ചെറിയ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു പത്രസ്ഥാപനമാണ്. ഇവിടെ വന്നെത്തിയിട്ടുള്ളവരെല്ലാം പല പ്രദേശങ്ങളിലുമായിട്ട് പല ജില്ലകളിലുമായിട്ടൊക്കെ കണ്ടുമുട്ടിയിട്ടുള്ളവരും സംവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവരുമാണ്. നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. പുതിയ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. വിമർശിക്കുന്നവരോടെല്ലാം കൂടുതൽ അടുപ്പമാണ്. അതുകൊണ്ട് ആരോടും ഒരു ശത്രുതാപരമായിട്ടുള്ള നിലപാട് വെച്ചു പുലർത്താറില്ല. നല്ല സൗഹൃദവും സാഹോദര്യവും വെച്ചു പുലർത്താനാണ് രാഷ്ട്രീയ ജീവിതത്തിലെല്ലാം ശ്രമിച്ചിട്ടുള്ളത്. വ്യക്തി ജീവിതത്തിൽ അതായിരിക്കും ശരിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാധ്യമരംഗത്ത് നിങ്ങളോടൊപ്പം കുറേ കാലം ഉണ്ടായിരുന്നു. ഈ ചുമതല ഏറ്റെടുത്തതോടുകൂടി നിയമപരമായിട്ട് തന്നെ അതിൻ്റെ ചുമതല നിർവഹിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതുകൊണ്ട് ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്തു നിന്ന് ഒഴിവായി. എങ്കിലും മാധ്യമവുമായിട്ടൊക്കെ ഇന്നുള്ള നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ എൻ്റെ ഭാഗത്ത് എല്ലാ ശ്രമങ്ങളും എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടതിൽ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. 25-ാം തീയതിയാണ്, ഒരു 11:30-ക്ക് ശേഷമാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനമായത്. നിങ്ങൾ നേരത്തെ കുറേ പേരുകളും വകുപ്പുകളും എല്ലാം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരുന്നുവെങ്കിലും തീരുമാനം 25-ാം തീയതി 11:30 മണിക്ക് ശേഷമാണ്. പിന്നെ അന്ന് 4 മണിക്ക് സത്യപ്രതിജ്ഞ, അത് കഴിഞ്ഞിട്ട് ചുരുക്കം ദിവസം പിന്നിട്ടു. ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വകുപ്പിനെക്കുറിച്ചും വളരെ ഗഹനമായിട്ട് പഠിക്കാനാണ്. ഞാൻ ഈ കേരളത്തിലെ വ്യവസായ വകുപ്പിനെക്കുറിച്ച് സമഗ്രമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വ്യാവസായിക രംഗം ഒട്ടനവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയാണ്. ഇവിടെ സ്വകാര്യ മേഖലയുമുണ്ട്, പൊതുമേഖലയുമുണ്ട്. പൊതുമേഖലയിൽ ഏതാണ്ടൊരു 10-41 സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേതാണ്ട് ഒരു 10 വ്യവസായങ്ങളാണ് ലാഭകരമായി പ്രവർത്തിക്കുന്നത്. ബാക്കിയെല്ലാം
വലിയ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ടെക്സ്റ്റൈൽ രംഗം വളരെ തകർച്ചയിലാണ്. നിരവധി കോപ്പറേറ്റീവ് സെക്ടറിലുള്ള സ്പിന്നിംഗ് മില്ലുകളുണ്ട്. ടെക്സ്റ്റൈൽ ഫെഡറേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പിന്നിംഗ് മില്ലുകളുണ്ട്. ഏതാണ്ട് എല്ലാ സ്പിന്നിംഗ് മില്ലുകളും തകർച്ചയെ നേരിടുകയാണ്. ചില സ്പിന്നിംഗ് മില്ലിൽ തൊഴിലാളികൾക്ക് കൂലി തന്നെ കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്നില്ല. മറ്റൊരു രംഗം നമ്മുടെ ഖാദി മേഖലയാണ്. ഖാദി മേഖലയിലും ആ പ്രധാന പ്രശ്നം അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരു തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് പ്രവൃത്തിയെടുക്കുന്ന തൊഴിലാളിക്ക് ലഭിക്കുന്ന കൂലി പോലും ലഭിക്കുന്നില്ല. അതിൽ ഒരു 95% സ്ത്രീകളാണ്. അവർക്ക് വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരികയാണ്. അവരുടെ കൂലി വർധനവ്, അതിൻ്റെ മാർക്കറ്റ്, ഇത് രണ്ടും ഖാദി മേഖല നേരിടുന്ന വിഷയമാണ്. പരമ്പരാഗത വ്യവസായത്തിൽ മറ്റൊന്നാണ് കൈത്തറി. കൈത്തറി വ്യവസായവും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന വിഷയങ്ങളും മാർക്കറ്റ് തന്നെയാണ്. ഒന്ന്, മാർക്കറ്റിൻ്റെ തകർച്ച കൈത്തറി വ്യവസായത്തിൻ്റെ ഉൽപാദന മേഖലയും ബാധിച്ചു. താരതമ്യേന കൂലി കുറഞ്ഞൊരു രംഗമാണ്, കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു രംഗമാണത്. അതുകൊണ്ട് തന്നെ കൈത്തറിയുടെ സ്വകാര്യ മേഖല മറ്റു രംഗങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹകരണ മേഖല തന്നെ പിടിച്ചു നിൽക്കാൻ ഗവൺമെന്റിനെ ആശ്രയിച്ചുകൊണ്ടും അതിൻ്റെ സാമ്പത്തിക സഹായങ്ങളും മറ്റാനുകൂല്യങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് കൈത്തറി രംഗത്തുള്ളത്. കളിമൺ വ്യവസായ രംഗത്ത് ടൈൽ ഫാക്ടറികൾ, മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയും റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുവിൻ്റെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് കളിമണ്ണ്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഏതാണ്ട് എല്ലാ ടൈൽസ് ഫാക്ടറികളും, സ്വകാര്യ മേഖലയിലുള്ള ടൈൽ ഫാക്ടറികളെല്ലാം പൂർണ്ണമായും പൂട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ചുരുക്കം പ്രവർത്തിക്കുന്ന ടൈൽ ഫാക്ടറികൾ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽ കളിമണ്ണ് ലഭ്യമല്ലാത്തത് കൊണ്ട് പലതും അടച്ചുപൂട്ടൽ ഭീഷണിയെ പോലും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ രംഗത്തുള്ള പ്രധാനപ്പെട്ട ഖനവ്യവസായ മേഖലയിലും ചൈനാക്കളെ തുടങ്ങിയിട്ടുള്ളതിലൊക്കെയും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഇവക്കൊക്കെ പരിഹാരം കാണണം. നമ്മുടെ വ്യവസായങ്ങളെ കാലോചിതമായി പരിഷ്കരിപ്പിക്കണം. നമ്മുടെ പൊതുമേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തി ഈ തകർച്ചയിൽ കിടക്കുന്ന വ്യവസായങ്ങൾക്ക് ഒരു ഉയർത്തിക്കൊണ്ടുവന്ന് പുനർജീവനം കൊടുത്ത് അവയെ ലാഭകരമാക്കി തീർക്കുക എന്ന് പറയുന്നത് വളരെ സാഹസികമായൊരു ശ്രമം തന്നെയായിരിക്കും. വളരെ പണിപ്പെട്ട് അതിനെ മെച്ചപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുകയും കൂടുതൽ തൊഴിൽ സാധ്യതകളെ സൃഷ്ടിച്ചെടുക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനിവിടുത്തെ മാനേജ്മെൻറ്റ് സംവിധാനം മെച്ചപ്പെടുത്തണം. ആഭ്യന്തര വിദേശ മാർക്കറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഓരോ സ്ഥാപനത്തെ സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന അവലോകനങ്ങളാണ്. ആ അവലോകനത്തെ തുടർന്ന് പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ കൊടുത്ത് എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, കേരളത്തിൽ പുതിയ വ്യവസായ സംരംഭകർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങളും
പ്രചോദനവും കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ വ്യവസായ മേഖല വ്യാപാരങ്ങൾ വർദ്ധിച്ചു വരണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലമാകണം. അതിനൊന്ന് ഭൂമി, വൈദ്യുതി, വെള്ളം, ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്താലും ഒരാളൊരു വ്യാപാരം, ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അതിൻ്റെ ലക്ഷ്യം ലാഭകരമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ കൂടി ലാഭം ഉണ്ടാക്കി കൊടുക്കാനല്ല, അതിൻ്റെ മാർക്കറ്റ് ഏത് സാധ്യതയാണ് കേരളത്തിലുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ പഠിച്ചും ഉപദേശം കൊടുക്കാൻ ഇന്നുള്ള നമ്മുടെ വ്യവസായ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം വിദഗ്ധന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ധാരാളം പ്രവാസികൾ, വിദേശ മലയാളികളുണ്ട്. അവർക്കൊക്കെ പല ആഗ്രഹങ്ങളുമുണ്ട്. വിദേശ മലയാളികൾ തന്നെ നല്ല നിക്ഷേപങ്ങൾ കേരളത്തിൽ നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെയൊക്കെല്ലാം നല്ല പ്രചോദനം കൊടുത്ത് ഈ രംഗത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. സ്വകാര്യ മേഖലയിലുള്ള വ്യവസായങ്ങളും സംരക്ഷിച്ച് വളർത്തിയെടുക്കുക, അവരെയും കൂടുതൽ തൊഴിൽ രഹിതരായവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന രംഗമായി അതിനെ വിപുലീകരിക്കുക. പുതിയ സംരംഭകർക്ക് കേരളത്തിൽ നേരിടുന്നൊരു പ്രധാന പ്രശ്നം, അവർക്ക് ഇവിടെ വന്നാൽ അതിവേഗത്തിൽ തന്നെ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ഒരു പ്രൊജക്റ്റ് അവർ നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നു. ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലൈസൻസുകൾ, ഇപ്പോൾ പൊല്യൂഷൻ, ഹെൽത്ത്, പഞ്ചായത്ത്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതെല്ലാം അനുസരിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകളും ഒക്കെ ലഭ്യമായാലേ ഇവർക്ക്, ഈ സംരംഭകർക്ക് സ്ഥാപനം ആരംഭിക്കാൻ കഴിയും. എത്രയും പെട്ടെന്ന് അവരുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കത്തക്ക നിലയിൽ സംവിധാനം ഏർപ്പെടുത്താൻ ഇന്നത്തെ നിയമ കാര്യങ്ങളെക്കുറിച്ച്, ചട്ടങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിക്ഷേപകർക്ക് ആവശ്യമായ റോഡ്, വെള്ളം, ഇലക്ട്രിസിറ്റി എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. മറ്റൊരു വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് കായിക രംഗമാണ്. കായിക രംഗത്ത് എല്ലാ കായിക വിനോദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക, വിദ്യാർത്ഥികളിൽ, യുവജനങ്ങളിൽ അവരുടെ കായിക ശക്തി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കത്തക്ക നിലയിൽ ഇതൊരു ജനകീയ കായിക വിനോദമാക്കി വ്യത്യസ്ത താല്പര്യമുള്ളവരുടെ വ്യത്യസ്തങ്ങളായ കായിക ഇനങ്ങളിൽ അഭ്യസിക്കാനും പരിശീലനം നേടാനും സംതൃപ്തി ഉണ്ടാകാനും അതുവഴി ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയും വളർത്തിയെടുക്കാൻ കഴിയത്തക്ക നിലയിൽ കായിക രംഗത്തെ വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുക, അത്യാവശ്യം ഏതെങ്കിലും ക്ലബ്ബുകളിലൊക്കെയുള്ള ചുരുക്കം ആളുകൾ പങ്കെടുക്കുക, ഇങ്ങനെ പലതരത്തിൽ ചുരുങ്ങിക്കിടക്കുകയാണ്. ഇതിനെല്ലാം പ്രോത്സാഹനം കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ ഒരു കായിക നയം ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് കായിക രംഗത്ത് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിൻ്റെ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഇല്ലെന്നുള്ളതാണ്. അതിനുള്ള ഗ്രൗണ്ടുകൾ, സ്വിമ്മിംഗ് പൂളുകൾ, നീന്തൽ പരിശീലന കുളങ്ങൾ, സ്വിമ്മിംഗ് പൂളല്ല, നീന്തൽ പരിശീലന കുളങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കളികൾ പരിശീലിക്കാൻ കഴിയത്തക്ക നിലയിൽ ഉള്ള കേന്ദ്രങ്ങൾ ഓരോ ജില്ലകളിലും ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ സ്പോർട്സ് കൗൺസിലുകൾ എല്ലാം ജനാധിപത്യവൽക്കരിക്കണം.
നേരത്തെ ഉണ്ടായിരുന്ന സ്പോർട്സ് കൗൺസിലെല്ലാം ജനാധിപത്യപരമായ സംവിധാനത്തെ മുഴുവൻ പിരിച്ചുവിട്ട് ഇപ്പോൾ ഒരു നോമിനേഷൻ നടത്തിയിട്ടുള്ള ഒരു കായിക നേതാക്കളാണ് ഇപ്പോഴുള്ളത്. ആ കായിക നേതാക്കൾ കായിക രംഗത്തെ താല്പര്യങ്ങളെക്കാൾ അവരുടെ താല്പര്യങ്ങളാണ് പലപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. ഇവിടെ കായിക രംഗം അതിൻ്റെ പൊതു താല്പര്യങ്ങളോടൊപ്പം സഞ്ചരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ കായിക മേഖലയെ വിപുലീകരിക്കാനും എല്ലാവരുടെയും ഒരു രംഗമായി ഇതിനെ മാറ്റി തീർക്കാനും വേണ്ടിയിട്ടുള്ള ഇവിടെ ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ ഒരു നിക്ഷേപകൻ വരുന്നു. അദ്ദേഹം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കണം. അതിന് ഏകജാലകമെന്നോ എന്ത് പേര് കൊടുത്താലും തരക്കേടില്ല. അത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ പ്രവൃത്തി തുടരാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. മുൻകാലത്ത് പലതും നടത്തിയിട്ടുണ്ടാവും, പലതും പരാജയപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് തുടരുന്നതിൽ തെറ്റില്ല. നമ്മുടെ ലക്ഷ്യമാണ് പ്രശ്നം. ആ ലക്ഷ്യം ഒരാൾ നിരാശപ്പെട്ട് ഇനി കേരളത്തിൽ ഞാൻ ഒരു മുക്കാ പൈസ ചെലവഴിക്കാനില്ല എന്ന് പറഞ്ഞൊരു വ്യവസായ തൽപരൻ കേരളം വിട്ട് പോകാൻ പാടില്ല. കേരളം നല്ല കാലാവസ്ഥയാണ്, നല്ല സാധ്യതയുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് അവരെ ആകർഷിക്കുക, ക്ഷണിച്ചു വരുത്തുക. അവർക്ക് ആകർഷകമായ കാലാവസ്ഥ കേരളത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിർവഹിക്കേണ്ടത്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വ്യവസായങ്ങളെക്കുറിച്ച് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ഏത് സാധ്യത, ആ സാധ്യതാ പഠനം അവർ നടത്തണം. അവർ നടത്തിയ ആ പ്രൊജക്റ്റുമായിട്ടാണ് വരുന്നത്. അല്ലാതെ ഞങ്ങൾ ഇതിൻ്റെ എല്ലാം പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള ആധികാരിക വക്താക്കളാകില്ല. രണ്ടാമത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ഈ സാധ്യതകളെക്കുറിച്ചൊക്കെ പഠനം നടത്തി അതിനെക്കുറിച്ചൊക്കെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സാഹചര്യങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ പ്രവാസികൾ മലയാളികൾ മാത്രമല്ല വിദേശങ്ങളിലുള്ളവർക്ക് തന്നെ കേരളത്തിൽ വന്ന് വ്യാപാരം വ്യവസായം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവരിവിടെ വന്നാൽ, ഞാനിവിടെ ഒരു പുതിയ വ്യവസായം, ഞാൻ ടെക്സ്റ്റൈൽ രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, എന്താണ് സാധ്യത എന്ന് ചോദിച്ചാൽ അതിന് വളരെ വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ ഇതിൻ്റെ ഒരു പ്രത്യേക സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഒരു പരിപാടിക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞത് വ്യവസായം ആകർഷണം ഏറ്റവും ആവശ്യം അടിസ്ഥാന സൗകര്യങ്ങളാണ്. അത് ഏറ്റവും പ്രധാനം വൈദ്യുതിയാണ്. കേരളം വളരെ പ്രതീക്ഷയോടെ കാണുന്ന പദ്ധതി ആതിരപ്പള്ളി. കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രി വലിയ വിവാദമുണ്ട്. എന്താണ് അങ്ങയുടെ സർക്കാരിന്റെ ആതിരപ്പള്ളിയെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ അത് വേറെ. വൈദ്യുതിയുടെ പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കും. ഒരു വ്യവസായവും കേരളത്തിൽ വൈദ്യുതി ലഭിക്കാത്തത് കൊണ്ട് സംരംഭകർക്ക് തുടങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകില്ല. അതിന് ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഞങ്ങളതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ച മാത്രമല്ല, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊപ്പോസൽ തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളോടൊക്കെ ഞങ്ങളത് പറയും. അതുകൊണ്ട് നിങ്ങൾ ആരും വൈദ്യുതി ക്ഷാമമുണ്ട് എന്ന് ധരിച്ച് ഇവിടെ തുടങ്ങാതിരിക്കേണ്ട. അത് ഒരു പുതിയ പദ്ധതിയായി ഞങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ആവശ്യമുള്ള വൈദ്യുതി ലഭ്യമാക്കാനുള്ള നല്ല പദ്ധതിക്ക് രൂപം കൊടുക്കുക. പരമ്പരാഗത വ്യവസായത്തിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ വിഷയം ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വന്നു. അതൊരു പുതിയ യുഗത്തിലേക്ക് കടന്നപ്പോൾ ഈ പരമ്പരാഗത വ്യവസായങ്ങൾ പലതും മനുഷ്യാധ്വാനം കൊണ്ടുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് വിലയിൽ തന്നെ, ഉൽപ്പാദനത്തിൽ, വിലയിൽ, ഉദാഹരണത്തിന് ഒരു കൈത്തറി തുണി, ഒരു തൊഴിലാളി ഒരു നേരിയ ഒരു നൂറസ് എന്ന് പറയുന്നൊരു നൂല്, നേരിയ നൂലാണ്, അതാണ് നമ്മുടെ ധോത്തി ഉണ്ടാക്കുന്നത്. ആ ധോത്തി ഉണ്ടാക്കുന്ന തുണി നെയ്യണമെന്നൊരു 4 മീറ്റർ നെയ്തെടുക്കാൻ പറ്റും. അതേ സ്ഥലത്തൊരു ടെക്സ്റ്റൈൽ മില്ല് അതിൻ്റെ എത്രയോ 10 മടങ്ങ് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ കൈത്തറിയുടെ മേലെ വില വർദ്ധിക്കും. പക്ഷെ അതിന് ലോക മാർക്കറ്റിലുള്ളൊരു അംഗീകാരം കൈ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ബ്രാൻഡ് മാർക്ക് അതാണ്, കൈ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ മേലെയാണ് നമുക്ക് മാർക്കറ്റ് പിടിക്കേണ്ടത്. പക്ഷേ വിലയിൽ ആഭ്യന്തര രംഗത്ത് വരുന്നൊരു പ്രശ്നം വിലയിലായിരിക്കും.
അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത്, അതിനാണ് ഈ കൈത്തറിക്കൊക്കെ റിബേറ്റുകളും സബ്സിഡികളും ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ സംരക്ഷിക്കുന്നത്. ഈ പരമ്പരാഗത വ്യവസായങ്ങൾ ഈ തരത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും, ആഭ്യന്തര രംഗത്ത് അതിൻ്റെ മാർക്കറ്റ് എങ്ങനെ വിപുലീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കളിമൺ പാത്രങ്ങൾ, അതൊക്കെ ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ, വിൽപ്പന നടത്താൻ, അതുപോലെ തന്നെ നമ്മുടെ ചൂട് കാലത്ത് നമ്മൾ ഈ കുടിവെള്ളം ഏറ്റവും സൂക്ഷിച്ചു വെക്കാൻ പറ്റിയത് മൺപാത്രമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കുറേ പ്രചരണങ്ങൾ, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി പ്രചോദനം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ കളിമൺ ഉപയോഗിച്ചുകൊണ്ട് ബ്രിക്സ് നമ്മളിപ്പോൾ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ കാലോചിതമായി അതിന് മാർക്കറ്റ് ഉണ്ടായി കൊടുക്കേണ്ട ഒരു ചുമതല കൂടിയുണ്ട്. അതിന് നല്ല ശ്രമം നടത്തണം. അങ്ങനെ നടത്തിക്കൊണ്ട് മാത്രമേ ഈ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കൂ. അതുള്ള ശ്രമമുണ്ട്. കഴിഞ്ഞ 15 വർഷം കേരളത്തിലെ 3 മേഖലയാണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. ഒന്ന് IT, ഒന്ന് സർവീസ് സെക്ടർ, ഒന്ന് ടൂറിസം. അന്ന് പറയുന്ന ഈ വ്യവസായം, ഇൻഡസ്ട്രി, അത് കാലാകാലങ്ങളിൽ തന്നെ ഗവൺമെൻറ് ഓരോ പോളിസി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഫലപ്രാപ്തിയായിട്ട് ഇത് എന്തുകൊണ്ടാണ് ആൾക്കാർ വരാത്തത്? അതൊരു പ്രൊഫഷണൽ സ്റ്റഡി നടത്തുന്നതല്ലേ നല്ലത്. സാധാരണ ഈ ഉദ്യോഗസ്ഥന്മാർ ഓരോ ഗവൺമെൻറ് മാറുമ്പോൾ അവരുടെ പോളിസികളാണല്ലോ ഇത് വരുന്നത്. ഒരു പ്രൊഫഷണൽ സ്റ്റഡി അല്ലേ വേണ്ടിയത്? എന്തുകൊണ്ട് ഈ ലാസ്റ്റ് 15 ഇയേഴ്സ് ഒരൊറ്റ ഇൻഡസ്ട്രി, ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വന്നില്ല? അതല്ലേ പഠിക്കേണ്ടത്. കാലോചിതമായി വ്യവസായത്തെ വളർത്തിയെടുക്കാൻ നല്ല പഠനം ആവശ്യമാണ്. അതിന് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എക്സ്പേർട്സിനെ വെച്ചുകൊണ്ട് ഒരു പഠനം നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു വരികയാണ്. പിന്നെ അതുകൊണ്ട് ഇന്നത്തതിനെല്ലാം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ എവറസ്റ്റ് കീഴടക്കാൻ എത്ര കാലം കയറി, എത്ര ആൾ വീണ് മരിച്ചിട്ടുണ്ട്? അവസാനം ഒരാൾ കയറിയില്ല എൻ്റെ മേലെ. ഉപേക്ഷിക്കല്ല, നല്ലതുപോലെ പോരാടുക, എന്താണ് കാര്യമെന്ന് കണ്ടെത്തുക, കൂടുതൽ അറിവ് സമ്പാദിക്കുക, കൂടുതൽ മെച്ചപ്പെടുത്താൻ നടപടി സ്വീകരിക്കുക. നമുക്ക് എക്സ്പേർട്സ് അത് ഇവിടെയുള്ളവരാണോ മറ്റുള്ളവരാണെന്നല്ല, നമുക്ക് വേണ്ടത് എക്സ്പേർട്സ് ഈ കേരളത്തിൻ്റെ വ്യവസായ സാധ്യതകളെക്കുറിച്ചൊക്കെ പഠിച്ച് അത് കേരളത്തിന് സംഭാവന നൽകാൻ പറ്റുന്ന വിദഗ്ധരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുക. ഇവിടെ തന്നെ ധാരാളം വിദഗ്ധന്മാരൊക്കെ ഉണ്ട്. പരമാവധി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് ഗവൺമെന്റ് വരുമ്പോൾ ഒരു ഐഡിയോളജിക്കൽ ബാരിയർ, അത് നിങ്ങൾക്ക് അതെങ്ങനെ തരണം ചെയ്യാൻ പറ്റും? വളരെ ഞങ്ങളുടെ ഐഡിയോളജി ഒന്നും ഞങ്ങൾ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ആ ഐഡിയോളജി ജനങ്ങളുടെ ഐഡിയോളജി തന്നെയാണ്. ഇത് വേറെ പുറത്ത് ജനങ്ങളെ വിട്ടുകൊണ്ടുള്ള ഐഡിയോളജി അല്ല. ആ ഐഡിയോളജിയാണ് ഏറ്റവും ശരിയെന്നാണ് ഞങ്ങൾ നിരീക്ഷണം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഒന്നും ഒരു ആഘാതമേൽക്കുന്നത്, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കാഴ്ചപ്പാടുകളൊക്കെ. അല്ല, ഞാൻ ഒരു പുതിയ വ്യവസായം വരുന്നു, അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് പരിശോധിച്ചിട്ട് നിലപാട് സ്വീകരിക്കുക. പാരിസ്ഥിതിക പ്രശ്നം കൊണ്ട് നമ്മുടെ ഇവിടെ ഏതെങ്കിലും വ്യവസായം തകർന്നു പോയിട്ടില്ല. ഇപ്പോഴും പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രധാന ഘടകമാണ്. അതിനെ സംരക്ഷിച്ചുകൊണ്ട് പോവുക. ഉദാഹരണത്തിന് നമ്മളെല്ലാം ഇപ്പോൾ മോട്ടോർ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. എത്രയാ പൊല്യൂഷൻ പോകുന്നത്? മോട്ടോർ യാത്ര നമുക്ക് വാഹനം ഉപേക്ഷിക്കാൻ പറ്റുമോ? പൊല്യൂഷൻ എത്രയാണ്? അതിന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന വഴി എന്താ? അത് ജനങ്ങൾക്ക് ദ്രോഹമല്ലാതിരിക്കാൻ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുക, വാഹനം ഉപയോഗിക്കുക. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കേടുകൂടാതെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായം ആരംഭിക്കുക. കുറച്ച് മരം മുറിക്കുമ്പോൾ കുറേ മരം വെച്ച് പിടിപ്പിക്കുക. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതിനെല്ലാമുള്ള ശാസ്ത്രീയമായ നിലപാടുകൾ സ്വീകരിക്കുക. നമ്മുടെ നാടിൻ്റെയും ജനങ്ങളുടെയും രക്ഷയും പ്രധാന ഘടകമാണ്. അതുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കോട്ടം തട്ടാതെ പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് വേണ്ടതുണ്ടാക്കുക. ഇത് രണ്ടും പരസ്പരം പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്.
പ്രധാനമന്ത്രി കണ്ടപ്പോൾ മുഖ്യമന്ത്രി കണ്ടപ്പോൾ റബ്ബർ കർഷകരുടെ വിഷയം ചോദിച്ചു. അതെ, റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങൾ നിങ്ങൾക്ക് പ്രപ്പോസൽ അവിടെ നിന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വലിയ പദ്ധതി? തീർച്ചയായും നല്ലൊരു ചോദ്യമാണത്. ഇപ്പം നമ്മുടെ ഈ കേരളത്തിൻ്റെ മാർക്കറ്റിൽ കണ്ടുവരുന്നത് വൻതോതിലുള്ള ഈ റബ്ബർ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് മാർക്കറ്റ് ചെയ്യാണ്. ഏതെങ്കിലും പുതിയ സംരംഭകർ ഈ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോത്സാഹനം കൊടുക്കാം. റബ്ബറിനെ തന്നെ റബ്ബർ കൃഷിക്കാർ തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. റബ്ബർ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സമ്പത്താണ്. ആ റബ്ബർ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കും. അതിനെ ഉപയോഗിക്കാൻ നമുക്ക് ആവശ്യമുള്ള നടപടികളെക്കുറിച്ച് പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. അതിന് സംരംഭകർ മുന്നോട്ട് വന്നാൽ നല്ല പ്രോത്സാഹനം കൊടുക്കണം. അതുകൊണ്ട് പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടെ പോയി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തികച്ചും നമ്മൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ. ഈ മിനറൽസ് ആൻഡ് മൈനിങ് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഇതാണ്. ടൈറ്റാനിയം ഓൾമോസ്റ്റ് ഏതാണ്ട് തീരാറായി. AMML IRE അങ്ങനെ ചാർജ് എടുത്തതിന് ശേഷം ഈ സ്വകാര്യ മേഖല പ്രൈവറ്റ് സെക്ടറിനോട് കൂടെ ചേർന്ന് ഇത് ചെയ്യാമെന്നോ അങ്ങനെ എന്തോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ ചിന്തിക്കുന്നു. ഞങ്ങളുടെ പൊതുനയം മൈനിങ് രംഗത്ത് പൊതുമേഖലയെ മാത്രമേ അനുവദിക്കുന്ന LDFന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളത് ഖനന രംഗം പൊതുമേഖലയിൽ മാത്രമേ പറ്റൂ. എന്നാൽ ഇന്ന് സ്വകാര്യ മേഖലയിൽ ഉണ്ടാവും. അതിനെ നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. പൊതുമേഖലയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുക, ഖനനം പൊതുമേഖലയിൽ എന്ന കാഴ്ചപ്പാടാണ് LDFൻ്റേത്. ആ നയം തന്നെയാണ് ഉണ്ടാകുക. വാല്യൂ അഡീഷൻ ഉദ്ദേശിക്കുന്നത് വാല്യൂ അഡീഷൻ ഇപ്പോൾ നടക്കുന്നത് പുതിയ പ്രോഡക്ട്സ് എലിമെന്ററി ആയിട്ടുള്ള പ്രോസസ്സിംഗ് മാത്രമേ ഉള്ളൂ. അത് കൂടുതൽ ചെയ്യാനായിട്ട് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കണം. അതായത് ഇവിടെ നമുക്ക് ഇവിടെ ഒരുപാട് ധാതുക്കളുണ്ട്. ആ ധാതുക്കൾ കേരളത്തിൻ്റെ വലിയ സമ്പത്ത് തന്നെയായിരിക്കും. പക്ഷേ പല കാരണങ്ങളാൽ അത് സംഭരിക്കാൻ ഖനനം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല ഖനന സ്ഥാപനങ്ങളും വലിയ തരത്തിലുള്ള എതിർപ്പുകൾ തന്നെ നേരിടുന്നുണ്ട്. അതിനെല്ലാമുള്ള ബോധവൽക്കരണങ്ങളും ചിന്തകളും ഒക്കെ കുറേ കൂടി ക്യാമ്പയിൻ ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പൈപ്പ്ലൈനിൽ സ്റ്റോർ ചെയ്ത് 10,000 മെട്രിക് ടൺ വികസന ഉദ്ദേശപ്രകാരം പദ്ധതി തയ്യാറാക്കിയിരുന്നു. റഷ്യയുമായിട്ട് സംയുക്ത സംരംഭമാണ്. ഇന്ത്യക്ക് ഒരു തെറ്റിന് ഷെയറുണ്ട്. അപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് വലിയൊരു പ്രോജക്റ്റാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനത് പഠിച്ചിട്ടില്ല. ഞാനത് പഠിച്ചു നോക്കാം. എക്സ്പോർട്ടിനെ കുറിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പം അതിൻ്റെ ടൈറ്റാനിയത്തിൻ്റെ തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അതിൻ്റെ ആകെയുള്ള കാര്യങ്ങൾ ടൈറ്റാനിയം മാത്രമല്ല, ടാവങ്കൂർ കെമിക്കൽസ്, പിന്നെ അതുപോലെ കുറേ ഖനന സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ആകെ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് മാത്രമേ ഇതെന്താണ് എന്നുള്ളത് പറയാൻ സാധിക്കൂ. വിദേശ കയറ്റുമതിയോ കരാറുകളോ റഷ്യയുമായിട്ടോ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും. ടെക്സ്റ്റൈൽ മില്ല് പൂർണ്ണമായും എല്ലാ ടെക്സ്റ്റൈൽ മില്ലുകളും വലിയ തകർച്ചയിലാണ്. കൂലി കൊടുക്കാൻ പൈസയില്ല, ശമ്പളം കൊടുക്കാൻ പൈസയില്ല എന്നതാണ് ഇപ്പോൾ പലതിൻ്റെയും സ്ഥിതി. അത്രയും വലിയ ക്രൈസിസ് നേരിടുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാനേജ്മെന്റുകളുടെ എക്സ്പെർട്ടീസ് വർദ്ധിപ്പിക്കുമെന്ന് സൂചിപ്പിച്ചു. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് പോലുള്ള സ്ഥാപനങ്ങളിൽ തകർച്ചയിലേക്ക് പോയതിന് ഒരു വലിയ പങ്ക് നിയന്ത്രിതമായ രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് യൂണിയനുകളുടെ ആധിപത്യം. നിയമനങ്ങളിൽ പോലും വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ്. അവർക്ക് ഇഷ്ടമുള്ളവരവിടെ പറഞ്ഞ് MD-മാരായിട്ട് വരുന്നത്. ഈ സാഹചര്യം പരിഗണിക്കും. ഇങ്ങനെയുള്ള ആരെങ്കിലും ഒന്നും MD-മാരായിട്ടൊന്നും നിശ്ചയിക്കാൻ പോകണില്ല. LDF ഗവൺമെൻറ് പല സ്ഥലങ്ങളിൽ ഒരുപക്ഷെ UDF-ൻ്റെ കാലത്ത് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും. അതെനിക്ക് അറിഞ്ഞുകൂടാ. പലരും ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ പ്രാപ്തരായിട്ടുള്ള നല്ല സത്യസന്ധവാന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ചുമതല ഏൽപ്പിച്ച് പ്രവർത്തിപ്പിക്കുക. അവർക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രചോദനം കൊടുക്കുക. അതിനൊരു ടീം സ്പിരിറ്റുള്ളൊരു മാനേജ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ യൂണിയൻ ഈ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു യൂണിയനും എൻ്റെ അടുത്ത് വന്ന് ഇന്ന സ്ഥലത്ത് ഇന്ന് ഒരു MD-നെ നിയമിക്കണമെന്ന് 4 ദിവസമേ ആയിട്ടുള്ളൂ. പ്രൊഫഷണൽസിൻ്റെ മാത്രമേ എടുക്കൂ. അല്ലാതെ എന്ത് ചെയ്യാനാണ്? ഒരു തൊഴിൽ ചെയ്യാൻ
പ്രാപ്തരായിട്ടുള്ള ആളുകൾ മാത്രമേ ആ തൊഴിൽ നിശ്ചയിക്കൂ. അവരുടെ ഏറ്റവും ഫസ്റ്റ് മെറിറ്റാണ്. ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനങ്ങളെല്ലാം. അല്ലാതെ ഒരു സ്ഥാപനത്തെയും കെടുകാര്യസ്ഥതയിലേക്ക് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ഗവൺമെൻറ് സമ്മതിക്കില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ വ്യവസായ മേഖലയുടെ പ്രഖ്യാപിച്ച നോട്ടിഫിക്കേഷൻ CPM അതിനെതിരെ അവിടെ സമരം നടത്തിയിരുന്നു. അപ്പൊ അത് പിൻവലിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. പക്ഷേ ഇതുവരെ പിൻവലിച്ചു. ഏത് പിൻവലിക്കാൻ? ഈ നോട്ടിഫിക്കേഷൻ. അപ്പൊ അത് LDF സർക്കാർ വന്നാൽ അത് പിൻവലിക്കും. ആറന്മുള വിമാനത്താവളത്തിന് എല്ലാവരും പരിസ്ഥിതിവാദികളും രാഷ്ട്രീയക്കാരും എല്ലാം പൊതുവെ അതിനെതിരായിരുന്നു. അതിനെതിരായിട്ട് സമരം നടത്തി ആ നിലനിൽക്കുകയാണ്. അതിൽ ഞങ്ങൾ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അല്ല, അവിടെ ഇത്തരം ഒരു സ്ഥാപനം വരണമെങ്കിൽ അതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചിലത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായേക്കാം. എനിക്കറിഞ്ഞൂടാ, ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ അതിനെല്ലാവരും, അതായത് റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും. കമേഴ്ഷ്യൽ ഏരിയ ആയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരാതിരിക്കും. ചില പ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ ഏരിയയായി മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അത് പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയാക്കി മാറ്റിയാലേ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ പരിശോധിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ആ വിഷയമില്ല. അവിടെ ഇപ്പോൾ വിമാനത്താവളത്തിൻ്റെ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. പുതിയ വിഷയം വരാത്ത നിലയിൽ അത് പ്രത്യേകിച്ച് പരിശോധിച്ചിട്ടില്ല. ഇനി ഈ കാര്യങ്ങളെക്കുറിച്ച് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചു നോക്കാം. അല്ല, ഇപ്പോൾ അവിടെ വിമാനത്താവളം വരുന്നെങ്കിൽ NOCയുടെ പ്രശ്നമുള്ളൂ. നാടും ജനങ്ങളും എതിരായി കഴിഞ്ഞാൽ പിന്നെ വിമാനത്താവളം വരും. നാഷണൽ ഗെയിംസിനെ കുറിച്ചും ഒരുപാട് പരാതികൾ ഉയർന്നു വന്നു എന്നുള്ള കാര്യം ശരിയാണ്. തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പരിശോധിക്കും. ഇൻഡസ്ട്രി സ്പോർട്സും അല്ലാത്തൊരു കാര്യം മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് കാണാൻ കിട്ടുന്നില്ല. പല കാര്യങ്ങളും കൂടെ ചോദിക്കാനുണ്ട്. പുള്ളിയെ കിട്ടുന്നില്ല. ഒരു കാര്യം 9-ാം തീയതി ഇവിടെ മീൻ ദിവസമുണ്ട്. അല്ല, ഓരോരുത്തരും അടുത്ത് പോകാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക്? ക്യാബിനറ്റ് ബ്രീഫിംഗ് കാബിനറ്റ് ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അത് ഇപ്പം നടക്കുന്നില്ല. നമുക്ക് അറിയേണ്ടത്, ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, VS അച്യുതാനന്ദന്റെ ഒരു കത്തിന്റെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. കത്ത് കൊടുത്തില്ല എന്ന് പുള്ളി പറയുന്നു. ജനറൽ സെക്രട്ടറി പറയുന്ന കത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് എന്താ ജനങ്ങൾക്ക് അതൊന്നും അറിയാത്തുള്ളതാണ്. അല്ല, ഒരു കത്ത് കൊടുത്തില്ല, അതിനെന്താ വിഷയമുള്ളത്? അല്ല, വേറൊരു പോസ്റ്റിന്റെ കാര്യമോ? അല്ല, ഒരു കത്ത് ഇപ്പം VSന് സീതാറാം യെച്ചൂരിക്ക് കത്ത് കൊടുത്തുകൂടെ? സീതാറാം യെച്ചൂരിക്ക് VSന് കത്ത് കൊടുത്തുകൂടെ? ആ കത്ത് കൊടുത്താൽ എന്താ തെറ്റ്? അല്ല, ഞാൻ ഇത് കത്ത് കൊടുത്തു പോലും കൊടുത്തില്ല പോലെ അതിനെക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജനങ്ങൾക്ക് എന്താ ഒരു കത്ത്? എന്ത് പോസ്റ്റ്? പോസ്റ്റ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയും. ഞങ്ങളൊന്നും രഹസ്യമായി വെക്കാറില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറയും. തീർച്ചയായും നിങ്ങൾ കാത്തിരിക്കൂ. ഞങ്ങൾ എടുക്കുന്ന തീരുമാനം അപ്പം നിങ്ങളോട് പറയും. നമുക്ക് നോക്കാം. പതിവില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം പതിവാകും. ഇന്ന് പണ്ട് കാലത്തൊക്കെ സ്ഥിതിയായിപ്പോൾ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, സാഹചര്യങ്ങൾ മാറുകയല്ലേ. അതിനനുസരിച്ച് നമ്മളും കുറേ ചിന്തിക്കുകയും ഉയരുകയൊക്കെ ചെയ്യും. വിഷയം CM-ന്റെ പ്രസ്താവന LDF-ൽ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. അവന് VS പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് LDF-ലൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞു. അല്ല, VS ഇങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ VSോട് ചോദിച്ചാൽ അദ്ദേഹം ചോദിക്കുക. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ LDF-ൽ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അല്ല, എപ്പോഴാണ് ഏത് വിഷയത്തിലാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്? ഞാൻ ആ ചർച്ച കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഞാനിവിടെ ഒരു മറുപടി പറയുമ്പോൾ അത് ആസ്ഥാനത്താണ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹം നിങ്ങളിതുപോലെ ചോദിക്കുമ്പോൾ ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഏറ്റവും ശരിയായിട്ടുള്ളൊരു നിലപാട് തന്നെ പറഞ്ഞു. വ്യവസായ മന്ത്രി EP ജയരാജൻ സംസാരിക്കുകയായിരുന്നു.